ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് തിരിച്ചു. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയായ ചൈനീസ് നഗരമായ ടിയാൻജിനിൽ ഇന്ന് വൈകിട്ട് മോദിയെത്തും. നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനയിലേക്ക് തിരിക്കും. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നത്. എന്തായാലും വളരെ നിർണായകമായ ഒരു സന്ദർശനം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും വളരെ നാൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നതെന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ഈ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ സന്ദർശനത്തിന് വേറെ കൂടുതൽ ബന്ധം അല്ലെങ്കിൽ വ്യാപാര ബന്ധമടക്കം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യം കൂടിയുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായുള്ള ചില തർക്കങ്ങൾ, തീരുവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അധിക തീരുവ ചുമത്തിയതിനെതിരായ ഒരു ഭിന്നത അല്ലെങ്കിൽ ഒരു തർക്കം നിലനിൽക്കുന്നൊരു ഘട്ടം തന്നെയാണ് എന്തായാലും വ്യാപാരവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഒരു സന്ദർശനം എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ജപ്പാനിൽ നിന്നാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. ഇന്ന് വൈകിട്ടോടെ ചൈനയിൽ എത്തുമെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും പ്രധാനമന്ത്രി ഈ ടോക്കിയോയിലെ ഇലക്ട്രോൺ ഫാക്ടറി ഇന്ന് സന്ദർശിക്കുന്നുണ്ട് ജപ്പാനിൽ. അതോടൊപ്പം തന്നെ വൈകിട്ട് 4 മണിക്കാണ് ടിയാൻജിനിൽ, ചൈനീസ് നഗരമായ ടിയാൻജിനിൽ പ്രധാനമന്ത്രി എത്തുക. നാളെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. കൂടാതെ നാളെ ഉച്ചയ്ക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആയിട്ട് ചർച്ചയും നടക്കുന്നുണ്ട്. ആ രീതിയിൽ ഈ ചർച്ച നടക്കുന്ന നിരവധി പ്രതീക്ഷകളെല്ലാം തന്നെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഇന്ത്യ ചൈന വ്യോമഗതാഗത സർവീസുകളെല്ലാം തന്നെ നിർത്തിവെച്ചിരിക്കുന്നതായിരുന്നു. നേരത്തെ കോവിഡ് വന്ന സമയത്ത് വ്യോമഗതാഗതം നിർത്തിവെച്ചിരുന്നു. അതിന് പിന്നാലെ ഈ ഗാൽവാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ ചില തർക്കങ്ങളെല്ലാം തന്നെ ഈ തർക്കങ്ങൾ മൂലം ഈ വ്യോമഗതാഗതം പുനരാരംഭിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്തായാലും ആ വ്യോമഗതാഗതം പൂർണ്ണ സ്ഥിതിയിലേക്ക് വരുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളെല്ലാം തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ പരസ്പര വിശ്വാസം വളർത്തുന്നതിനുള്ള ചർച്ചകൾ, കൂടാതെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ കാര്യക്ഷമമാക്കുക അല്ലെങ്കിൽ കൂടുതൽ ഊട്ടിയുറപ്പിക്കുക അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ വ്യാപാര കരാറടക്കം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും ഇരു രാജ്യങ്ങളും തമ്മിൽ മികച്ച ഒരു ബന്ധം പുനഃസ്ഥാപിക്കുക അല്ലെങ്കിൽ തുടരുക എന്നത് തന്നെയാണ് ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. വളരെ നാൾക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുന്നതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഗാൽവാൻ സംഘർഷത്തിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത ഈ രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അതിനെല്ലാം തന്നെ ഒരു സമാപനമായിരിക്കുന്നെന്ന് പറയാനിരിക്കുന്നു. എന്തായാലും ഈ ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ പ്രധാനമന്ത്രി മോദി പങ്കെടുക്കുന്നതിലൂടെ കൂടുതൽ രാജ്യങ്ങളുടെ കൂടുതൽ രാജ്യങ്ങളുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുക കൂടി ലക്ഷ്യമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയുമായി ഈ താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭിന്നതയുണ്ട്. ഇരട്ടി താരിഫ് ചുമത്തിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു ഭിന്നതയുണ്ട്. അതെല്ലാം തന്നെ പരിഹരിക്കുക എന്നതും അല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ മറ്റു രാജ്യങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക, മറ്റു രാജ്യങ്ങളുമായുള്ള വ്യാപാരങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നതെല്ലാം തന്നെ ഈ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും വളരെ നിർണായകമാണ് പ്രധാനമന്ത്രിയുടെ ചൈനീസ് സന്ദർശനം. എന്തായാലും ഇന്ന് വൈകിട്ടോടെ കൂടി തന്നെ പ്രധാനമന്ത്രി ചൈനയിലെത്തും. ജപ്പാനിൽ നിന്നാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് എത്തുക. ശരി ഉണ്ണികൃഷ്ണൻ, ഇന്ത്യയെ സംബന്ധിച്ചോളം നോക്കുകയാണെങ്കിൽ ജപ്പാൻ, ചൈന പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയുമായുള്ള ഒരു ബന്ധം സൗഹൃദം കൂട്ടാനായുള്ളൊരു സന്ദർശനം കൂടിയാണ്. ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചൈനീസിലേക്ക് തിരിക്കും. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയായ ചൈനീസ് നഗരമായ ടിയാൻജിനിൽ വൈകിട്ട് മോദിയെത്തും. നാളെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ച നടത്തും. വിവരങ്ങൾ പങ്കുവച്ചത് KC ഉണ്ണികൃഷ്ണനാണ്.